മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മലപ്പുറത്ത് SKSSF പ്രതിഷേധം. നൂറുകണക്കിന് ആളുകളെ അണിനിരത്തിയായിരുന്നു മലപ്പുറം കിഴക്കേത്തലയിൽ നിന്ന് കുന്നമലിലേക്ക് മാർച്ച് നടത്തിയത്. മലപ്പുറം വികാരം ഇളക്കേണ്ടെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശത്തിനെതിരെയും SKSSF നേതാക്കൾ രംഗത്തെത്തി. അഷ്കർ അലി കരിമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിലവിലെ SSLC പരീക്ഷാ ഫലം പുറത്തു വരുമ്പോൾ പോലും അൺഎയ്ഡഡ് മേഖല പരിഗണിച്ചാൽ പോലും 15,000-ലധികം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോഴാണ് SKSSFന്റെ സംസ്ഥാന സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കിഴക്കേത്തലയിൽ നിന്ന് കുന്നമലിലേക്ക് നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ SKSSFന്റെ സംസ്ഥാന സെക്രട്ടറി OP അഷറഫ് നമ്മളോടൊപ്പം ഉണ്ട്. എന്തുകൊണ്ടാണ് പ്രതിഷേധമായ SKSSF രംഗത്ത് വരാൻ കാരണം? SKSSF ഈ സമയത്ത് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ സമരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ പരിഹാരമുണ്ടാകണമെന്ന കൃത്യമായ ധാരണയുടെ പുറത്താണ് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. കാരണം കുട്ടികളുടെ അപേക്ഷകൾ ക്ഷണിച്ചു, അവർക്ക് അപ്പോയിന്റ്മെന്റുകൾ നൽകി, അവർ ക്ലാസ് മുറികളിലേക്ക് പോയതിനു ശേഷം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നേരത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. മലബാറിലെ ജില്ലകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വളരെയേറെ പ്രയാസപ്പെടുകയാണ്. ഒരു ക്ലാസ്സുകളിൽ 50 കുട്ടികൾ ഇരിക്കേണ്ട സ്ഥലത്ത് 65-70 കുട്ടികളാണ് ഇന്ന് നിലവിൽ മലബാർ ജില്ലകളിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 26,000-ഓളം സീറ്റുകളാണ് മലപ്പുറത്ത് മാത്രം കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത്. സീറ്റിന്റെ കുറവ് അത് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഏകദേശം 10,000-ഓളം കുട്ടികൾക്ക് സീറ്റില്ലാതെ വരികയാണ്. ഇതിന് പരിഹാരമുണ്ടാകണം. SKSSF ഇങ്ങനെ പ്രതിഷേധമായ രംഗത്ത് വരികയാണല്ലോ, എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം? മലബാറിലെ വിദ്യാർത്ഥികൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഉപരിപഠനത്തിന് ശാശ്വതമായ പരിഹാരം ബാച്ചിന് നൽകിക്കൊണ്ടായിരിക്കണമെന്ന് അധികാരികളെ അറിയിക്കാൻ വേണ്ടിയാണ്. നിലവിലിപ്പോഴും സർക്കാർ സീറ്റുകൾ താൽക്കാലികമായിട്ട് അനുവദിച്ചിരിക്കുകയാണ്. അതുപോലെ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ള തരത്തിലേക്ക് പലപ്പോഴും സർക്കാർ പോകാറില്ല. ഓരോ വർഷം സീറ്റ് അനുവദിച്ചുകൊണ്ട് കുറേ കുട്ടികൾ ക്ലാസ്സിലിരിക്കാൻ ഒരേ ബുദ്ധിമുട്ടാണ്. കാരണം 40 വിദ്യാർത്ഥികൾ ഇരിക്കുന്നിടത്ത് 70-60 വിദ്യാർത്ഥികളാണ് ഇരിക്കുന്നത്. അത് വളരെ പ്രയാസകരമായ സാഹചര്യമാണ്. ഈ വിഷയം ഉന്നയിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി മലപ്പുറത്തെ വികാരം ഇളക്കി വിടുന്നു എന്ന തരത്തിലുള്ള പരാമർശമാണ് മന്ത്രി നടത്തിയത്. അതിന് വഴിതിരിച്ചിടാനുള്ള ഒരു ശ്രമമാണ്. ഈ സമരത്തെ വഴിതിരിച്ചിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. മലപ്പുറത്തിന്റെ വികാരമല്ല, മൊത്തത്തിലുള്ള എല്ലാവരും വികാരമാണ്. എല്ലാ വർഷം ഇങ്ങനെ പ്രതിഷേധം ഉയർന്നുണ്ടെങ്കിൽ പോലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ SKSSF ഇതിന്റെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടിയാണ് ഈ നൈറ്റ് മാർച്ച്. വേണ്ടി വന്നാൽ തുടർ പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറാവുന്നതാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SKSSFന്റെ തീരുമാനം. പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, വിഷയത്തിൽ അന്തിമ പരിഹാരം ഉണ്ടാവുന്നത് വരെ, അത് താൽക്കാലിക സീറ്റുകൾക്ക് പകരം സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ SKSSF നേതൃത്വം വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൊവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.